ഐറണി ഈസ് എ റെറ്റോറിക്കൽ ഡിവൈസ്, അല്ലെങ്കിൽ ഒരു പെർസ്വേസീവ് ആയിട്ടുള്ള ഡിവൈസ് ആണ് ഐറണി എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ഇൻറ്റൻഡഡ് മീനിങ് ബൈ യൂസിങ് ലാംഗ്വേജ് ദാറ്റ് കൺവേസ് ദ ഓപ്പോസിറ്റ് മീനിങ് വെൻ ടേക്കൺ ലിറ്ററലി. എന്ന് പറഞ്ഞാൽ ഐറണി ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഒരു ഇൻറ്റൻഡഡ് മീനിങ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഒരു മീനിങ് മനസ്സിൽ ഇൻറ്റൻറ്റ് ചെയ്യുന്നു, അത് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, കൺവേ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കൺവേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെൻ ടേക്കൺ ലിറ്ററലി ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് മീനിങ്. പക്ഷെ അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വിവരം വേണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്യണം. കുറച്ചുകൂടെ ഒന്ന് ഇൻഡെപ്ത് ആയിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രമേ ഈ സാധനം പിടികിട്ടൂ. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നതായിരിക്കും, പക്ഷെ അതിനൊരു ഇൻറ്റൻഡഡ് മീനിങ് ഉണ്ട്. അത് ഈ പറയുന്ന ഇതിന് എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മളെ ഈ വിരോധാഭാസം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന സാധനമാണ് ഐറണി, അല്ലെ ഈ പാരഡോക്സ് എന്നൊക്കെ. പാരഡോക്സ് ഇതൊക്കെ സെയിം ആണ് ഒരു രീതിയിലൊക്കെ, സിനോണിമസ്ലി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് വിപരീതമായിട്ടുള്ള ഒരു അർത്ഥമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐറണി ക്യാൻ ബി എംപ്ലോയിഡ് വെൻ യു ആർ റൈറ്റിംഗ് എ ഷോർട്ട് സ്റ്റോറി, പ്ലേ, നോവൽ എക്സെട്ര. ഐറണി നിങ്ങളിപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറി ആണോ, അല്ലെങ്കിൽ ഒരു പ്ലേ ആണോ, ഒരു നോവലാണോ, ഇപ്പോൾ നമ്മൾ സിനിമയിൽ ഐറണി ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ പലയിടങ്ങളിലും ഐറണി ഉപയോഗിക്കുന്നുണ്ട്. ഐറണി കുറച്ച് കോംപ്ലക്സ് ആണ്, ഒരു മൾട്ടി ഫേസറ്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി ഡിവൈസ് ആണ്. എന്നാൽ സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു സാധനം സംവാട്ട് ആൻഡ് അബ്സ്ട്രാക്ട്, സംവാട്ട് ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവം, ഒരു മൾട്ടി ഫേസറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിറ്റററി കുറേ ഘടകങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കോംപ്ലക്സ് ആണ്, അത് മനസ്സിലാക്കണം. ചിലവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയാലേ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ മീനിങ് ചിലപ്പോൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ അതിന് ഇറ്റ് ആൾവേസ് ഇൻവോൾവ്സ് ആൻ ഇൻകോൺഗ്രുവിറ്റി ബിറ്റ്വീൻ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ആൻഡ് വാട്ട് ആക്ച്വലി ഒക്കേഴ്സ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഹാർമണി ഇല്ലായ്മ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. എന്നാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും പക്ഷെ ആക്ച്വലി ഒക്കർ ചെയ്യുന്നതും തമ്മിലൊരു ഡിഫറൻസ് ആണ്. നമ്മളെ മനസ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും പക്ഷെ ഒക്കർ ചെയ്യുന്നതും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിനെയാണ് ഐറണി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ട്വിസ്റ്റ് ഉണ്ടായി എന്ന് പറയാറുണ്ട്. ഈ ട്വിസ്റ്റ് ഐറണിയാണ്. ഇപ്പോൾ നമ്മൾ കിഷ്കിന്ധ കാണ്ഡം എന്ന് പറയുന്ന സിനിമയിൽ ഫുള്ള് ട്വിസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ജിത്തു ജോസഫിൻ്റെ പടത്തിൽ ദൃശ്യത്തിൽ ട്വിസ്റ്റുകളുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഐറണിയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ല ഹാപ്പൻ ചെയ്യുന്നത്, വേറെ ആയിരിക്കും. ഇപ്പോൾ ടൈപ്സ് ഓഫ് ഐറണി, ഫസ്റ്റ് വൺ ഈസ് ഡ്രമാറ്റിക് ഐറണി. ഇപ്പോൾ ഡ്രമാറ്റിക് ഐറണി എന്ന് പറഞ്ഞാൽ വൺ ഓർ മോർ ക്യാരക്ടേഴ്സ് ഇൻ എ സ്റ്റോറി ഓർ എ പ്ലേ is given no idea of a very important piece of information that would change their lives and also change the course of the plot completely. ഇപ്പോൾ ഒരു പ്ലേയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയിൽ ഒന്നോ അതിലധികമോ ക്യാരക്ടേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ഇൻഫർമേഷനെ പറ്റി ഒരു ഐഡിയയും കൊടുക്കുന്നില്ല. പക്ഷെ ആ ഇമ്പോർട്ടൻറ്റ് പീസ് വളരെ പ്രാധാന്യപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. അത് അവരുടെ ജീവിതങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ, അല്ലെങ്കിൽ ആ പ്ലോട്ടിനെ തന്നെ മൊത്തത്തിൽ മാറ്റാൻ സാധ്യതയുള്ള ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. അത് ചിലപ്പോൾ ഒരു ക്യാരക്ടറിന് അറിയില്ല, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിന് അറിയില്ല. മിക്കപ്പോഴും പ്രൊട്ടാഗണിസ്റ്റിന് അറിയാതെ വരും ഈ ഒരു വൈറ്റൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. പക്ഷെ ഓഡിയൻസിന് അറിയാം, ക്യാരക്ടേഴ്സിന് അറിയത്തില്ല. ഇപ്പം സീരിയലുകളിലൊക്കെ നമ്മൾ ചില അമ്മമ്മമാരൊക്കെ പറയണ്ട അവനിങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നൊക്കെ ഇരുന്ന് പറയുന്നത്. അതെന്താണ്, ഓഡിയൻസിന് അറിയാം പക്ഷേ ക്യാരക്ടേഴ്സിന് അറിയത്തില്ല. അതാണ് ഡ്രമാറ്റിക് ഐറണി എന്ന് പറയുന്നത്. വെൻ ഡ്രമാറ്റിക് ഐറണി ഈസ് എംപ്ലോയിഡ്, ദ ഓഡിയൻസ് നോ സംതിങ് ദാറ്റ് ദ ക്യാരക്ടേഴ്സ് ഹാവ് നോട്ട് യെറ്റ് ഫൗണ്ട് ഔട്ട് ഓർ അണ്ടർസ്റ്റുഡ്. ഇപ്പോൾ ഡ്രമാറ്റിക് ഐറണി എംപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിന് അറിയാം, ഓഡിയൻസ് നോ സംതിങ് ദാറ്റ് ദ ക്യാരക്ടേഴ്സ് ഹാവ് നോട്ട് യെറ്റ് ഫൗണ്ട് ഓർ അണ്ടർസ്റ്റുഡ്. പക്ഷേ ക്യാരക്ടേഴ്സ് ഇതുവരെയായിട്ട് അത് കണ്ടെത്തിയിട്ടില്ല, അത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഓഡിയൻസിനറിയാം. വില്യം ഷേക്സ്പിയർ is known widely for the use of dramatic irony.
വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ വർക്കിലെല്ലാം മിക്ക വർക്കിലും ഡ്രമാറ്റിക് ഐറണി ഉപയോഗിച്ചിട്ടുണ്ട്. കൂടുതലും അദ്ദേഹത്തിൻ്റെ ട്രാജിക് പ്ലേസിലാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഹാംലെറ്റ് എടുക്കുക, ഹാംലെറ്റിലും ഉണ്ട്. ഇപ്പോൾ ഹാംലെറ്റിൻ്റെ അച്ഛനെ കൊന്നത് ആരാണെന്നുള്ള ഒരു ഹാംലെറ്റിന് ആ ഒരു വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ ഗോസ്റ്റിൽ നിന്ന് കിട്ടിയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രോക്കാസ്റ്റിനേഷൻ, അദ്ദേഹത്തിന് അത് സത്യമാണെന്ന് തെളിയിക്കേണ്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് കിട്ടിയിട്ട് പോലും അദ്ദേഹം കൺവിൻസ് ആവുന്നില്ല, അദ്ദേഹത്തിന് കൺവിൻസ് ആവാൻ സാധിക്കുന്നില്ല. മനസ്സിലാകും. പക്ഷെ ഓഡിയൻസിന് അറിയാം ആരാണ് ആളെന്ന്, ഓഡിയൻസിന് അറിയാം. അപ്പോൾ ഇതാണ് ഡ്രമാറ്റിക് ഐറണി എന്ന് പറയുന്നത്. ഇപ്പൊ ക്രിസ്റ്റഫർ മാർലോ, ജെയിൻ ഓസ്റ്റിൻ, ജനാഥൻ സ്വിഫ്റ്റ്, തോമസ് ഹാർഡി ഒക്കെ ഡ്രമാറ്റിക് ഐറണി അവരുടെ വർക്കുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വില്യം ഷേക്സ്പിയറിന്റെ ഒഥല്ലോ എന്ന് പറയുന്ന പ്ലേ, അതിന്റെ മലയാളത്തിൽ കളിയാട്ടം എന്ന് പറയുന്ന സുരേഷ് ഗോപി, ലാലൊക്കെ അഭിനയിച്ച സിനിമയുണ്ട്. കളിയാട്ടം അഡാപ്റ്റേഷനാണ്. അപ്പോൾ ഒഥല്ലോ വില്യം ഷേക്സ്പിയറിന്റെ വർക്കാണ്. ഇയാഗോ ട്രൈസ് ടു മാനിപ്പുലേറ്റ് ഒഥല്ലോ. ഇയാഗോ ഒഥല്ലോയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇൻ ടു ബിലീവിങ് ദാറ്റ് ഈസ് ആൻ ഓണസ്റ്റ് മാൻ. ഇപ്പൊ ഇയാഗോ സിനിമയിൽ ഇയാഗോ ലാലാണ്, ഇയാഗോ. ഒഥല്ലോ സുരേഷ് ഗോപി. ഇപ്പൊ ഇയാഗോ അതിൽ ലാല് സുരേഷ് ഗോപി എടുത്ത് സുരേഷ് ഗോപിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? താൻ പറയുന്നതാണ് സത്യം, താൻ ഒരു ഓണസ്റ്റ് മാനാണ്, അപ്പൊ കൂട്ടുകാരനെ വിശ്വസിച്ചാണ് പോകുന്നത്. പക്ഷെ ഓഡിയൻസിന് അറിയാം ഇവൻ എന്താണ്, ഇവൻ ചതിയനാണ്. അപ്പോൾ ഒഥല്ലോ ബൈ വില്യം ഷേക്സ്പിയർ, ഇയാഗോ ട്രൈസ് ടു മാനിപ്പുലേറ്റ് ഒഥല്ലോ into believing that is an honest man. ഇപ്പൊ ഇയാഗോ വിശ്വസിപ്പിക്കുകയാണ് ഒഥല്ലോ താനൊരു ഓണസ്റ്റ് മാനാണ്, ഇയാഗോ. Next type of irony, situational irony, is the one which the events in the story or play give the readers a result that is different from what they had been expecting to occur. ഇപ്പോൾ സിറ്റുവേഷണൽ ഐറണി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്റ്റോറിയിലെ ഇവന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്ലേയിലെ ഏതെങ്കിലും ഒരു ഇവന്റ്, അത് റീഡേഴ്സിന് കൊടുക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അവർ എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെ ഒക്കർ ചെയ്യുമെന്ന് അവർ വിചാരിച്ചിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ അവരെന്താണോ വിചാരിച്ചിരുന്നത്, എന്ത് എക്സ്പെക്റ്റ് ചെയ്യുമെന്നാണോ വിചാരിച്ചിരുന്നത്, അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്, അതാണ് സിറ്റുവേഷൻ. എന്നാൽ അത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ഏതെങ്കിലും ഒരു ഇവന്റ് വന്ന് ഒരു മാറ്റം സംഭവിക്കും. ഏതെങ്കിലും ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതാണ്, ഏതെങ്കിലും ഒരു ഇവന്റ് ആണ്. മനസ്സിലാവുന്നുണ്ട്? ഏതെങ്കിലും ഒരു ഇവന്റ് വന്ന് പെട്ടെന്ന് ഒരു മാറ്റം ഒന്ന് സംഭവിക്കും. അതുവരെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വന്നിരുന്ന ഒരു ഇതിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു സംഭവം സംഭവിക്കും. So this type of irony put the protagonist of the story in a situation that demands heavy price in order to get their goals. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വരുന്നതോടുകൂടി അതിലെ പ്രൊട്ടാഗണിസ്റ്റ്, അതിലെ മെയിൻ ക്യാരക്ടറിന് എന്ത് സംഭവിക്കുന്നു? തൻ്റെ ഗോളിലേക്ക് എത്താൻ, ലക്ഷ്യത്തിലേക്ക് എത്താൻ കൂടുതൽ വില നൽകേണ്ടി വരും, ഹെവി പ്രൈസ്. അപ്പൊ അതാണ് സിറ്റുവേഷൻ ഐറണി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇറ്റ് ആൾസോ എയ്ഡ്സ് ഇൻ ക്രിയേറ്റിംഗ് ട്വിസ്റ്റ്. ട്വിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. സിറ്റുവേഷൻ, ഏതെങ്കിലും ഇവന്റിൽ ഭയങ്കര ഒരു മാറ്റം ഉണ്ടായി, വളരെ ശാന്തമായിട്ട് പോയിക്കൊണ്ടിരുന്ന പ്രൊട്ടാഗണിസ്റ്റിന് തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഒ ഹെൻറി, കേറ്റ് ചോപ്പിൻ, ക്രിസ്റ്റഫർ മാർലോ, ജെയിൻ ഓസ്റ്റിൻ, വില്യം ഷേക്സ്പിയർ ഒക്കെ സിറ്റുവേഷൻ ഐറണി ഒക്കെ അവരുടെ വർക്കുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാമുവൽ ടൈലർ കോൾറിഡ്ജ് സിറ്റുവേഷണൽ ഐറണി അദ്ദേഹത്തിന്റെ പോയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദി റൈം ഓഫ് ദ ഏൻഷ്യൻ മറൈനർ എന്ന് പറയുന്ന പോയത്തിലാണ് ഉപയോഗിച്ചത്. അതിലൊരു ലൈൻസ് ഉണ്ട്, വാട്ടർ വാട്ടർ എവ്രിവെയർ ബട്ട് വാട്ടർ വാട്ടർ എവ്രിവെയർ നോട്ട് എനി ഡ്രോപ്പ് ടു ഡ്രിങ്ക്. വാട്ടർ വാട്ടർ എവ്രിവെയർ നോട്ട് എനി ഡ്രോപ്പ് ടു ഡ്രിങ്ക്. എല്ലായിടത്തും വെള്ളമുണ്ട്, പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പൊ അതാണ് എന്ത് ഐറണി? സിറ്റുവേഷണൽ ഐറണി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ട് വലിയൊരു മാറ്റം. വാട്ടർ വാട്ടർ എല്ലായിടത്തും വെള്ളമുണ്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പി, നോട്ട് എനി ഡ്രോപ്പ് ടു ഡ്രിങ്ക്, പക്ഷെ കുടിക്കാനുള്ള. അപ്പൊ എന്താണ്? ആ കോഴ്സ് ഓഫ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയുടെ കോഴ്സിനെ തന്നെ മാറ്റി കളഞ്ഞു. ആ ഒരു
ഇവന്റ് കാരണം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ കാരണം മൊത്തത്തിൽ മാറ്റിക്കളയും. Next one is verbal irony, and verbal irony is when the author has put the character's lines in such a way that the intended meaning is exact opposite of what is being said. ഇപ്പൊ വെർബൽ ഐറണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓതർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാരക്ടറിന്റെ ചില വാക്കുകളുണ്ട്, ക്യാരക്ടറിന്റെ ഡയലോഗ്സിലൂടെ, ക്യാരക്ടറിന്റെ ലൈൻസിലൂടെ നമുക്ക് എന്താണ് അവിടെയാണ് ഈ ഐറണി യൂസ് ചെയ്യുന്നത്. കാരണം ഇൻ സച്ച് എ വേ ഇന്റൻഡഡ് മീനിങ് ഈസ് എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഈസ് ബീങ് സെഡ്. എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ഒരു കാര്യം പറഞ്ഞു, പക്ഷെ അതിന്റെ യഥാർത്ഥ ഇന്റന്റ് ചെയ്യുന്ന മീനിങ് എന്ന് പറയുന്നത് ആ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ വെർബൽ ഐറണി ഈസ് യൂസ് the character knows the truth but uses irony intentionally in a sarcastic manner to reveal the hidden truth. ഇപ്പോൾ ഒരു ഹിഡൻ ആയിട്ടുള്ള ട്രൂത്തിനെ ഇപ്പൊ ചിലവർ പറയാറുണ്ട്, നമുക്ക് നേരെ മൂക്കി തൊടാം പക്ഷെ വളഞ്ഞു മൂക്കി തൊടാം. ഈ വളഞ്ഞു മൂക്കി തൊടുന്ന രീതിയാണ് സത്യം പറഞ്ഞാൽ എന്താണ് കറങ്ങി വന്ന് മൂക്കി തൊടുന്ന രീതിയാണ് വെർബൽ ഐറണി. നേരെ നോക്കിയാൽ മനസ്സിലാവത്തില്ല അത്. അപ്പൊ വെർബൽ ഐറണി ഉപയോഗിക്കുമ്പോൾ ക്യാരക്ടേഴ്സിന് അല്ലെ ക്യാരക്ടറിന് ഈ വെർബൽ ഐറണി യൂസ് ചെയ്യുന്ന ക്യാരക്ടറിന് ട്രൂത്ത് അറിയാം, പക്ഷെ അദ്ദേഹം ഐറണി ഇന്റൻഷനലി യൂസ് ചെയ്തുകൊണ്ട് ഒരു സർക്കാസ്റ്റിക് മാനറിൽ യൂസ് ചെയ്തുകൊണ്ട് അവരൊരു ഹിഡൻ ട്രൂത്ത് റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു സർക്കാസ്റ്റിക് മാനർ, സർക്കാസം എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് റിമാർക്സ് ദാറ്റ് ക്ലിയർലി മീൻ ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ദേ സേ മെയ്ഡ് ഇൻ ഓർഡർ ടു ഹേർട്ട് സംവൺസ് ഫീലിംഗ് ഓർ ടു ക്രിട്ടിസൈസ് സംതിങ് ഇൻ എ ഹ്യൂമറസ് വേ. അപ്പോൾ സർക്കാസം എന്ന് പറഞ്ഞാൽ ചില റിമാർക്സ് നടത്തുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറയുന്നതിന് തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. കൂടുതലും നമ്മളിപ്പോൾ ചില രാഷ്ട്രീയക്കാരൊക്കെ വെർബൽ ഐറണി യൂസ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ഇപ്പൊ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് വളരെ എന്താണ് അഴിമതി രഹിതമായ മുഖ്യമന്ത്രി എന്ന് പറയാറുണ്ട് ചില ഓപ്പോസിഷൻ ലീഡേഴ്സ്. അപ്പോൾ അതെന്താണ് മീൻ ചെയ്യുന്നത്? അത് ഒരു വെർബൽ ഐറണിയാണ്. ഒരു ഒപ്പോസിറ്റ് ലീഡർ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു ഭയങ്കര കത്തി നിൽക്കുന്ന ഒരു സർക്കംസ്റ്റാൻസിലായിരിക്കും പറയുന്നത്, ഫുൾ അഴിമതി കാണിച്ച് നിൽക്കുന്ന ഒരു സർക്കംസ്റ്റാൻസിൽ ഇങ്ങനെ ഒരു ലൈൻസ് അല്ലെ ഒരു ഇങ്ങനെ പറയുന്ന സമയത്ത് അത് ഓഡിയൻസ് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി പറയും. ഇപ്പൊ ടു ക്രിട്ടിസൈസ് സംതിങ് ഇൻ എ ഹ്യൂമറസ്, ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ ജൊനാഥൻ സ്വിഫ്റ്റ്, ജെയിൻ ഓസ്റ്റിൻ, വില്യം ഷേക്സ്പിയർ, സാമുവൽ ടൈലർ കോൾറിഡ്ജ്, ജോൺ ബെർണാഡ് ഷാ ഒക്കെ വെർബൽ ഐറണി അവരുടെ വർക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജൂലിയസ് സീസർ എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയറിന്റെ പ്ലേ ഉണ്ട്. അതിൽ ആന്റണിയുടെ സ്പീച്ച്, മാർക്ക് ആന്റണിയുടെ സ്പീച്ച് എല്ലാവരും വളരെ കാലമായിട്ട് ഓർത്തു വെക്കുന്ന ഒരു ഇതാണ്. ആന്റണി സ്പീച്ച് അബൌട്ട് ബ്രൂട്ടസിനെ പറ്റി ആന്റണി പറയുന്ന ഒരു ഇതുണ്ട്, ബീങ് ആൻ ഓണറബിൾ മാൻ ഇൻ ദ പ്ലേ. ഇപ്പൊ ബ്രൂട്ടസിനെ ഈ പബ്ലിക്കിന് മുന്നിൽ എന്താണ് അഭിസംബോധന ചെയ്തുകൊണ്ട് മാർക്ക് ആന്റണി സീസറിന്റെ മരണത്തിന് ശേഷം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അതിൽ പറയുന്നത് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് എന്ന് പറയുന്നത് വളരെ ഓണറബിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ അതെന്താണ് മീൻ ചെയ്യുന്നത്? നേരെ തിരിച്ചാണ്. ഓണറബിൾ മാൻ എന്ന് പറയുമ്പോൾ പോലും, ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ പോലും സീസറിനെ കൊന്നത് ആരാണ്? ബ്രൂട്ടസ് ആണ്. ഓക്കെ, ആൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ്, അവൻ ഓണറബിൾ ആയിട്ടുള്ള മനുഷ്യനല്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതാണ് മാർക്ക് ആന്റണിയുടെ സ്പീച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് വെർബൽ ഐറണിയുടെ. അതുപോലെ പിഗ്ബാലിയൻ എന്ന് പറയുന്ന ജോർജ് ബെർണാഡ് ഷായുടെ പ്ലേ ഉണ്ട്. അതിൽ മിസ്സിസ് ഹിഗിൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഫസർ ഹിഗിൻസിന്റെ അമ്മയാണ് മിസ്സിസ് ഹിഗിൻസ്, യൂസിങ് വെർബൽ ഐറണിങ് ടു റിയാക്ട് പ്രൊഫസർ ഹിഗിൻസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് അറഗൻസ് ടുവേർഡ്സ് എലീസ ഡൂലിറ്റിൽ. അപ്പൊ എലീസ ഡൂലിറ്റിലിനോട് ഭയങ്കര ഒരു അറഗന്റ് ആയിട്ടുള്ള രീതിയിലാണ്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു പ്രൊഫസർ ഹിഗിൻസിനുണ്ടായിരുന്നത്. അപ്പം വെർബൽ ഐറണി ഉപയോഗിച്ചുകൊണ്ട് മിസ്സിസ് ഹിഗിൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഫസർ ഹിഗിൻസിന്റെ അമ്മ അവനെ വെർബൽ ഐറണി ഉപയോഗിച്ചുകൊണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇൻ എ ഹ്യൂമറസ് വേ മിസ്സിസ് ഹിഗിൻസ്.